ഹലോ, നമുക്കൊരു ചായക്കടിയാക്കിയാലോ? പഴവും നേന്ത്രപ്പഴവും അവിലും തേങ്ങയും ബെല്ലും ഇതൊക്കെ വെച്ച് നമുക്ക് ഒരു ചായേൻ്റെ കടിയാക്കാം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ നമുക്ക് ബെല്ലും ഇട്ടിട്ട് ഉരുക്കാം. വെള്ളം ഇട്ട് ഉരുക്കാം. വെള്ളം ഉരുകിയ ശേഷം നല്ലോണം ഉരുകിയിട്ടുണ്ട്. വെള്ളം ഉരുകിയ ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം അതിലേക്ക് ചേർക്കുക. വെല്ലം ചെറിയ കഷ്ണം പൊട്ടാനുണ്ടായി, അത് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മളെ വെല്ലം അതിലേക്ക് പഴം അതിലേക്ക് ചേർക്കുക. പഴം ചേർത്തതിന് ശേഷം അത് ഒന്ന് തിളച്ച് വന്നിട്ടാകുമ്പം എന്ത് ചെയ്യുക, നമ്മളെ അവിലിടുക. അതൊന്ന് തിളച്ച് വരണം കേട്ടോ. കുറച്ചൊന്ന് വെന്തിട്ട് ഒന്ന് തിളച്ച് വരൂലേ, ആ ബെല്ലൊഴുക്കിയ വെള്ളം തിളച്ച് വരൂലേ. അപ്പോൾ എന്നിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് അവിൽ ഇതിപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അവിൽ ചേർത്ത് കൊടുക്കാം. അവലും തേങ്ങയും കൂടിയിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അവലും തേങ്ങയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്നും കൂടി ഒന്ന് വെന്തിട്ടാകുമ്പോൾ നമുക്ക് എടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അടിപൊളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടാകുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന്. കുട്ടിക്കെല്ലാം ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ എൻ്റെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.